പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ എറണാകുളത്തുള്ളൊരു ഹിഡൻ ബീച്ചിൻ്റെ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ബീച്ചിൻ്റെ പേര് എന്ന് പറഞ്ഞാൽ പുത്തൻതോട് എന്നാണ് ബീച്ചിൻ്റെ പേര്. അപ്പോൾ നമുക്ക് തൊട്ട് ബാക്കി തന്നെ നമുക്ക് ബീച്ച് അവിടെ ഉണ്ട്, നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. അപ്പോൾ ബീച്ചിൻ്റെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് ആ കാഴ്ചകളിലേക്ക് പോകാം കേട്ടോ. നമ്മുടെ പുത്തനോട് ബീച്ചുള്ളത് നമ്മുടെ ചെല്ലാനത്ത് നിന്ന് കുമ്പളങ്ങി പോകുന്ന വഴി ലെഫ്റ്റ് തിരിഞ്ഞൊരു വഴി ചെയ്യാം കേട്ടോ. നമുക്ക് മുന്നോട്ടേക്ക് പോകാം. അപ്പോൾ ഇവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞാട്ടോ അങ്ങോട്ടേക്ക് പോകേണ്ടത്. അപ്പോൾ റോഡൊക്കെ നല്ല അടിപൊളി റോഡാണ് കേട്ടോ ഇവിടുത്തെ. അപ്പോൾ നമ്മൾ നേരെ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മുന്നോട്ടേക്കുള്ള റോഡൊക്കെ നല്ല റോഡാണ് കേട്ടോ. നമുക്ക് സൈഡിൽ ബീച്ചിൻ്റെ സൈഡൊക്കെ കാണാൻ പറ്റുള്ളൂ. നോക്കടുത്ത് നമ്മുടെ വണ്ടിയൊക്കെ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ആ ഭാഗത്താണ് ബീച്ച് വരുന്നത്. അപ്പോൾ അങ്ങോട്ടേക്ക് പോവാം. അപ്പോൾ ഇതാണ് ഗൈസ് പുത്തൻതോട് ബീച്ച്. ചെറിയൊരു ബീച്ചാണ് കേട്ടോ, പക്ഷെ നല്ല വൈബുള്ള സ്ഥലമാണ്. നമുക്ക് മുന്നോട്ടേക്ക് പോവാം. നമ്മൾ മുന്നോട്ടേക്ക് വന്നിരിക്കുകയാണ്. അത്യാവശ്യം നല്ല വ്യൂ ഇടുന്നുണ്ട്, കണ്ടില്ലേ? അവിടെ കടലിലൊക്കെ ഇറങ്ങി കുളിക്കുന്നുണ്ടായിരുന്നു, അതൊക്കെ റേഞ്ചറാണ്. അവിടെ ഒരു കർഷകമായിട്ട് സംഭവമൊക്കെ ഉണ്ടതാ. അപ്പോൾ ഇത് ചെറിയൊരു ബീച്ചാണ് കേട്ടോ. എറണാകുളം ജില്ലയിലെ ഹിഡൻ ബീച്ചാണ്. അധികം ആൾക്കാർക്ക് ഇത് അറിയത്തില്ല. അപ്പോൾ നമുക്ക് ഓരോരോ കാഴ്ചകളിലായിട്ട് ഒന്ന് പോവാം കേട്ടോ. കടലിലേക്കൊക്കെ പോകുന്ന ഒരു ബോട്ട് ഇവിടെ കിടപ്പുണ്ട്. ആ ഭാഗത്ത് കല്ലുകളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അടുങ്ങി കിടക്കണ ആ പാർക്കൂടെ അങ്ങോട്ടൊക്കെ നമുക്ക് പോവാം കേട്ടോ. അപ്പോൾ നമ്മൾ കല്ലൊക്കെ അടങ്ങിയിരിക്കുന്ന ഭാഗത്തേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. ഇവിടെ നല്ല വ്യൂ ആണ്, നോക്കി കണ്ടില്ലേ? ഇവിടെ നല്ല കിടിലം വ്യൂ ആണ്. സൂര്യപ്രകാശത്തിൻ്റെ ഇതാണെങ്കിലും കടലൊന്നും അടിക്കുന്ന ഒച്ചയാണെങ്കിലും ആ ഭാഗത്തേക്ക് അത്യാവശ്യം നന്നായിട്ട് പോകാനുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. അപ്പോൾ നല്ല സംഭവം കൊള്ളാം. തിരമാലൊക്കെ അത്യാവശ്യം നല്ല ഇതിലൊന്നും അടിക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ നല്ല ഒച്ചകൾ, നല്ല കല്ലേന്ന് അടിക്കുന്ന ഒച്ചയൊക്കെ നല്ല നല്ല രസമുണ്ട്. അപ്പോൾ ടോട്ടൽ നല്ല അടിപൊളിയാണ് ഇവിടെ. എന്ത് വ്യൂ ആണെന്ന് നോക്കണേ, അടിപൊളി വ്യൂ ആണ് കേട്ടോ അത്. ഇപ്പോൾ കണ്ടില്ലേ, തിരയൊക്കെ അത്യാവശ്യം നല്ല രീതിയിലൊന്നും അടിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും ഈ വ്യൂ, ഈ ഫോട്ടോഗ്രാഫിക്ക് പറ്റിയ ബെസ്റ്റ് വ്യൂ ആണ് കേട്ടോ. കിടു വ്യൂ, ഒരു രക്ഷയില്ല. ആ തിര വന്ന മുട്ടൊക്കെ ഒന്ന് അടിക്കുന്നതാണ്, കാണാൻ തന്നെ നല്ല രസമുണ്ട് കേട്ടോ. അതിൻ്റെ ഒച്ചയും നല്ല അടിപൊളി ഒച്ചയാണ്. ഇത് നമ്മൾ ഏകദേശം വർക്കല ബ്ലാക്ക് സാൻഡ് ബീച്ചിൽ പോയ പോലെ ഉണ്ടോ? അതുകൊണ്ടല്ല, അത്യാവശ്യം കരിമണലൊക്കെ ഉണ്ട് ഇവിടെ. ഇവിടെ ആ കല്ലിൻ്റെ കൂട്ടങ്ങളാണ് കേട്ടോ. ഇവിടെ നല്ല തിരമാലയൊക്കെ അടിക്കുന്നുണ്ട് ഭാഗത്തേക്ക്. നല്ല രസമുണ്ട് കേട്ടോ. ടോട്ടലി നമ്മളിപ്പോൾ ആ ഭാഗത്ത് നിന്ന് പോകുന്നു. അവിടെ ഇപ്പോഴും ആൾക്കാർ കടലിറങ്ങി കുളിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞത് ഭയങ്കര ഡേഞ്ചറാണ്. കിടിലം കാഴ്ചകളുണ്ട് ഇവിടുത്തെ. ഇതെന്ന് പറഞ്ഞാൽ എറണാകുളത്തൊരു ഹിഡൻ ബീച്ച് ആയതുകൊണ്ട് അധികം ആൾക്കാർക്ക് അറിയത്തില്ല. അത് തിരമാല അടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോ എന്താ പറയാ, ഫ്രണ്ട്സായിട്ടും ഫാമിലി ആയിട്ടും നമുക്ക് ചില്ല് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണ് പുത്തൻതോട് ബീച്ച്. നല്ല വൃത്തിയുണ്ട് കേട്ടോ. അവരെ വൃത്തിയെടുത്ത മെയിൻ കാര്യമാണ്. കാരണം അധികം കുറച്ച് പേർക്ക് അറിയത്തില്ല. തിരമാല നല്ല രീതിയിൽ അടിക്കുന്നുണ്ട് കേട്ടോ. നേരത്തെ മേത്തേക്കൊന്നും അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് മുന്നോട്ടേക്ക് ആ പാറക്കൂട്ടത്തിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ നിന്നുള്ള വ്യൂ കണ്ടില്ലേ, നൈസ് വ്യൂ ആണ് ഇവിടെ നിന്ന്. എന്നുവെച്ചാൽ എന്താ പറയുക, ഒരു നമ്മൾ മറ്റുള്ള ബീച്ചിൽ കാണുന്ന പോലെയല്ല, പാറ ഇങ്ങനെ അടിയിൽ കിടന്ന് കാണാൻ നല്ല തന്നെ ഭംഗിയുണ്ട് ഇവിടെ. നേരത്തെ ഒന്ന് ആ ഭാഗത്താണ്, ആ ഭാഗത്തേക്ക് നമ്മളിപ്പോൾ കല്ല്, പാറക്കല്ല്, മുട്ടക്കല്ലൊക്കെ മാറി ആ പാറക്കല്ലുള്ള ഭാഗത്തേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. പക്ഷെ ഇങ്ങോട്ടൊക്കെ അധികം വഴിയൊന്നും ഇല്ല. അപ്പം നമ്മൾ തിരിച്ച് ആ ഭാഗത്തേക്ക് തന്നെ പോകാം കേട്ടോ. നമുക്ക് ആ കഫേയുള്ള ഭാഗത്തേക്ക് കയറി പോകണം. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം കേട്ടോ. നമ്മൾ ആ ഭാഗം നിന്നൊക്കെ പോകുന്നു. ഇവിടെ ഇപ്പോൾ അത്യാവശ്യം തിരക്കായി കേട്ടോ. നേരത്തെ കാലം കൂടുതൽ ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈവനിങ് ആണല്ലോ, അപ്പോൾ അത്യാവശ്യം ആൾക്കാർ വരും. അപ്പോൾ നമുക്കിനി ആ കഫേയുടെ ഭാഗത്തേക്കൊക്കെ പോകാം കേട്ടോ. നമ്മൾ നേരത്തെ എന്ന ഭാഗത്ത് നിന്നൊക്കെ ഇങ്ങോട്ടേക്ക് പോകുന്നു. ഇപ്പോൾ സൂര്യൻ അസ്തമിക്കാറുണ്ട്. അതിൻ്റെ ഒരു ഭംഗിയുള്ള തന്നെ തിരമാലയൊക്കെ നല്ലൊരു കയറി വരുന്നുണ്ട്. നമുക്ക് കഫേയുടെ ഭാഗത്തേക്കൊക്കെ പോകണം. കുറച്ച് നേരം നമുക്കിവിടെ നിൽക്കാം, ഈ വ്യൂ ഒക്കെ ആസ്വദിച്ച്. എന്നിട്ട് നമുക്ക് കഫേയുടെ ഭാഗത്തേക്ക് പോകാം കേട്ടോ. നമ്മൾ അവിടെ നിന്ന് പോകുന്നു. ഇവിടെ ആ പാറക്കൂട്ടത്തിൻ്റെ ഭാഗത്തേക്ക് ഒന്ന് ഇരിക്കണ്ടോ. ഇവിടെ ഇതുപോലെ തന്നെ ഇവിടെ മുട്ടക്കല്ലല്ല, കൂടുതലും പാറക്കൂട്ടങ്ങളാണ് ഇവിടെ. ആ കഫേ നല്ല ആംബിയൻ സ്പോട്ട് ഇരിക്കുന്നത്, പക്ഷെ അത് ക്ലോസറാണ്. ഇവിടെ നിന്നുള്ള വ്യൂ നല്ല മനോഹരമായിട്ടുള്ള വ്യൂ ആണ്. ആ ഭാഗത്തേക്ക് എന്താ പറയുക,
നല്ല രസമുണ്ട് അവിടെ നിന്ന് നോക്കാറുണ്ട്, കാണാനായിട്ട് നല്ല വ്യൂ ആണ് ഈ ഭാഗത്ത് നോക്കാറുണ്ട്. ശരിക്കും ഇവിടെ എന്താ പറയുക വികസനം കുറവാണ്. ഇതൊക്കെ ഒന്ന് ടോട്ടലി ഒന്ന് ഡെവലപ്പാക്കി എടുത്താൽ അടിപൊളിയായിരിക്കും. കാരണം ചെറിയ ബീച്ചുമാണ്, അത്യാവശ്യം ആൾക്കാർ വരികയും ചെയ്യും. ടോട്ടലി ഇവിടെ അടിപൊളിയാണ് കേട്ടോ, അടിപൊളി അറ്റ്മോസ്ഫിയറാണ് അവിടുത്തെ. അവിടെ നമ്മളെ നേരത്തെ കണ്ട ബോട്ട് ഉണ്ടല്ലോ, അതിപ്പോൾ ഒരു കടലിലേക്ക് ഇറക്കുകയാണ്. അതിൻ്റെയൊക്കെ നല്ല എക്സ്പീരിയൻസ് ഉള്ളവരായിട്ടോ നല്ല ഇറക്കുന്നത് കണ്ടില്ലേ. അത് ഇറങ്ങി ഇനി അത് മുന്നോട്ടേക്ക് അത് പോവും. എന്നാലും അവർ സമ്മതിക്കണം, അവരുടെ ധൈര്യം അപാരം തന്നെയാണ് കേട്ടോ. അവരങ്ങോട്ടേക്ക് പോവാണ്. നമുക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റാറില്ല. ആ ബോട്ടിന്റെ എഞ്ചിൻ സ്റ്റാർട്ടായി കണ്ടത് നമ്മുടെ ആഴക്കടൽ ലക്ഷ്യമാക്കി അങ്ങോട്ട് പോവാണ് കേട്ടോ. നമുക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റില്ല. അവരുടെ ധൈര്യം എന്തായാലും സമ്മതിച്ചു എടുത്ത് പറഞ്ഞ പറ്റുന്നില്ലേ. ആ ബോട്ട് അങ്ങനെ പോകുന്ന നല്ല രസമുണ്ട് കേട്ടോ കടലിലേക്ക്. എന്നാലും അവരുടെ ധൈര്യം അത് സമ്മതിച്ചാൽ മതി. പിന്നെ ചെറിയൊരു ബോട്ടല്ലേ പോകുന്നത്, ഇത്ര വലിയൊരു കടലിലേക്ക് അതിൽ പോകുന്നത്. അപ്പോൾ സൺസെറ്റ് ആവാറുണ്ട്. അപ്പോൾ നമ്മുടെ ബോട്ട് അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് കേട്ടോ. ചെറിയതിൽ കാണാൻ പറ്റും. ഇവിടുത്തെ കഫേ സത്യം പറഞ്ഞാൽ ക്ലോസ്ഡാണ്. അങ്ങോട്ടേക്ക് നേരത്തെ ഓപ്പൺ ആണെന്ന് വിചാരിച്ചത് ക്ലോസ്ഡാണ്. അപ്പോൾ എന്താ പറയുക, ഇവിടെ നല്ലൊരു തിരക്ക് കൂടി വരുന്നുണ്ട് കേട്ടോ. അതാ നല്ലൊരു തിരക്ക് കൂടി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ഭാഗത്തേക്ക് പോവാം. നമ്മൾ നേരത്തെ ആ വന്ന ആ കല്ലിൻ്റെ എന്താ പറയുക, ഇവിടെ നല്ല വ്യൂ ആയിരുന്നു. അപ്പോൾ നമ്മൾ ഇവിടേക്ക് വന്നാണ് ജസ്റ്റ്. നമുക്കിപ്പോൾ തിരിച്ച് ആ ഭാഗത്തേക്ക് നമുക്ക് പോവാം കേട്ടോ. ആ ഭാഗം നിന്നൊക്കെ പോകുന്നു. അവിടെ ഒരു ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്നുണ്ട് ഇതാ. അപ്പോൾ ഈ ഭാഗത്ത് അവിടെ ഫുട്ബോളൊക്കെ കളിക്കുന്നുണ്ട്. എല്ലാം ഇവിടുത്തെ ടീംസ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നുള്ളൊരു വ്യൂവും അടിപൊളിയാണ്. സൺസെറ്റ് ആവാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വ്യൂ നമുക്ക് എടുത്ത സൂര്യൻ്റെ ഓറഞ്ച് കളറിന് നല്ലോണം തിളങ്ങി ഇങ്ങനെ നിൽക്കുന്ന നല്ല ഇത് കാണുന്നത് നല്ല രസമുണ്ട്. അപ്പം സൺസെറ്റ് ആറാൻ നേരത്ത് പിന്നെയും തിരക്ക് കൂടി വരുന്നുണ്ട് ഇവിടെ. ആ ഭാഗത്തേക്ക് അത്യാവശ്യം ആൾക്കാരുണ്ട്, ഇവിടെയും ആൾക്കാരുണ്ട്. നേരത്തേക്കാരോട് തിരക്ക് കൂടിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ബീച്ചിന് പാരലായിട്ടൊരു കഫേ ഉണ്ട്. ഇതാ ഇവിടെ 2 കഫേ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു കഫേയിൽ കയറാം. ഇത് ബീച്ചിന് പാരലായിട്ട് നല്ല വ്യൂ ആയിരിക്കും. നമുക്ക് നോക്കാം അവിടുത്തെ വ്യൂ എങ്ങനെ ഉണ്ടെന്ന്. കണ്ടില്ലേ ഗൈസ്, ആ കഫേ എന്നുള്ള വ്യൂ ആണ് കേട്ടോ. അത് നൈസ് വ്യൂ ആണ്. അത് ചെറിയൊരു കഫേയാണ്, പക്ഷെ നല്ല ആംബിയൻസ് ഉണ്ട് കേട്ടോ. അത്യാവശ്യം ഇവിടെ തിരക്ക് കൊണ്ടുതാ, ബീച്ച് അവിടെ ഉണ്ടതാ. അപ്പോൾ ഒരു ചായയും ഇവിടുന്ന് ഒരു ബ്രെഡും ആണ് പറഞ്ഞ്. ഇത് കഴിച്ചുകൊണ്ട് നമുക്ക് ബീച്ചിൽ വ്യൂ ഇങ്ങനെ ആസ്വദിക്കാൻ പറ്റും. കണ്ടില്ലേ, ഇവിടെ ഇരുന്നാൽ മതി, നല്ല ആംബിയൻസാണ്. ഇവിടെ ഒരു പട്ടി സാറുണ്ട് കേട്ടോ. പട്ടി സാർ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അവിടെ നിന്നൊക്കെ പോകുന്നു കേട്ടോ. കഫേയുടെ ഭാഗത്ത് നിന്നൊക്കെ നമ്മൾ പോകുന്നു. തിരിച്ച് നമ്മൾ ബീച്ച് ഭാഗത്തേക്ക് പോകാം കേട്ടോ. ഇപ്പോൾ പിന്നെ തിരക്ക് കൂടി വരുന്നുണ്ട്. സൺസെറ്റ് ഓൾമോസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, സൂര്യൻ താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്, നേരത്തെക്കാലം താഴ്ന്നു. അവിടെ ഫുട്ബോൾ കളി നല്ല കിടിലോട്ട് നടപ്പുണ്ട്. മിക്ക ഫുട്ബോളേഴ്സിൻ്റെയും തുടക്കം ഇതുപോലെ തന്നെ ബീച്ച് സൈഡ് അല്ലെങ്കിൽ ഏതെങ്കിലും നോർമലായിട്ടുള്ള ഏരിയയിൽ തന്നെ ആയിരിക്കും. അങ്ങനെ സൂര്യനാണ് താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. സൺസെറ്റ് ആസ്വദിക്കാനായിട്ട് ഇഷ്ടംപോലെ ആൾക്കാർ അവിടെ ഉണ്ട്. അത്യാവശ്യം എന്താ പറയുക, തിരക്കുണ്ട്. അങ്ങനെ സൂര്യൻ പൂർണ്ണമായിട്ട് താഴ്ന്നിരിക്കുകയാണ്. സൺസെറ്റ് അവിടെ നടന്നിരിക്കുകയാണ്. അത് ആസ്വദിക്കാൻ തന്നെ അത്യാവശ്യം ഇവിടെ ആൾക്കാരുണ്ട് കേട്ടോ. എന്താ പറയുക, ഫുട്ബോൾ കളിയുടെ തന്നെ സൂപ്പറായിട്ട് നടപ്പുണ്ട്. സൺസെറ്റ് അങ്ങനെ നടന്നിരിക്കുകയാണ്. സൂര്യൻ അങ്ങനെ താഴ്ന്നു. നമ്മൾ വീണ്ടും ഇങ്ങനെ മുട്ടക്കല്ലിലെ ഭാഗത്തേക്ക് പോന്നിരിക്കുകയാണ് കേട്ടോ. സൂര്യൻ അസ്തമിച്ച ശേഷം ഇവിടെ ഉള്ള വ്യൂ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. അങ്ങനെയുള്ള ഇവിടെ അത്യാവശ്യം ചെറിയ ആൾക്കാരൊക്കെ ഉണ്ടതാ. ഇവിടെ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ. അത് മനോഹരമായിട്ടുള്ള വ്യൂ ആണ്, ഒന്നും പറയാനൊരു ഒരു രക്ഷയില്ല. നല്ല കിടിലം വ്യൂ ആണ് ഇവിടുന്ന്. ആ ഭാഗത്തേക്ക് അത് നല്ല വ്യൂ ആണ് ഇവിടുന്ന്. ഞാൻ നേരത്തെ പറയാൻ വിട്ടൊരു കാര്യമുണ്ട്. ഇത് ചെറിയൊരു ഡ്രൈവ് ബീച്ചിടം കൂടി ഉണ്ട്. ഇതൊരു വണ്ടി വരുന്നുണ്ട്. ചെറിയൊരു ഡ്രൈവ് ബീച്ചാണിത്. നമ്മുടെ ഏഷ്യയിലെ ഏറ്റവും വലിയ ഡ്രൈവ് ബീച്ച് എന്ന് പറഞ്ഞാൽ കണ്ണൂരുള്ള മുഴപ്പിലങ്ങാട് ബീച്ചാണ്. അത് കാണുമ്പോൾ ഓർമ്മ വരും. ഇത് ചെറിയൊരു ഡ്രൈവ് ബീച്ചാണ്, ചെറിയ ബീച്ചല്ല, എന്നാലും പോകുന്നുണ്ടല്ലോ. ഇതാ ഇവിടെ അത്യാവശ്യം തിരക്ക് ഉണ്ട് കേട്ടോ. സൺസെറ്റ് കഴിഞ്ഞിട്ടും അത്യാവശ്യം ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട്.
അപ്പോൾ നമ്മുടെ കാഫേയുടെ ഭാഗത്തേക്ക് പിന്നെ വന്നിരിക്കുകയാണ്. ഇവിടെ ലൈറ്റൊക്കെ ഇട്ട് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്, നല്ല വൈബ് ആക്കിയിട്ടുണ്ട്. 2 കഫേ നല്ല അടിപൊളി വൈബ് ആക്കിയിട്ടുണ്ട്. അവിടെ ബീച്ച് അവിടെ ഉണ്ട്. ആൾക്കാരൊന്നും നടന്ന് പോകുന്നില്ല കേട്ടോ, സൺസെറ്റ് കഴിഞ്ഞിട്ടും എന്താണോ എന്തോ. അവിടെ ഇപ്പോൾ അത്യാവശ്യം തിരക്ക് കുറഞ്ഞു വരുന്നുണ്ട് കേട്ടോ. നമുക്കൊന്ന് കുറച്ച് നേരം നിൽക്കാം അവിടെ. നമ്മളവിടെ തന്നെ ഉണ്ട്. ഇപ്പോൾ തിരക്ക് കുറഞ്ഞു കേട്ടോ. സത്യം പറഞ്ഞാൽ നേരത്തെ ആൾക്കാരൊക്കെ പോയി, അധികം ആൾക്കാർ ഇവിടെ ഇല്ല. നമ്മള് സൺസെറ്റ് ഒക്കെ കണ്ടു. അപ്പൊ അതിവിടെ തിരക്കൊക്കെ കുറഞ്ഞിട്ട് കാണില്ലേ. ഇപ്പൊ അധികം ആൾക്കാരൊക്കെ കുറഞ്ഞു, അവിടെ ആൾക്കാരൊക്കെ പോയി. അപ്പൊ നമ്മളിവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ മറ്റൊരു ദിവസം വരെ കാണുമ്പോഴേക്കും ഓക്കെ ദെൻ ബൈ.